കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് കേട്ട ഏറ്റവും വലിയ ചർച്ചാ വിഷയം ശശി തരൂർ ഇടതുപക്ഷത്തേക്ക് നീങ്ങുന്നു എന്ന അഭ്യൂഹമാണ്. വെറുമൊരു രാഷ്ട്രീയ ഗോസിപ്പ് എന്നതിലുപരി കൃത്യമായ ചില സാഹചര്യങ്ങളും സംഭവ വികാസങ്ങളും ഇതിന് പിന്നിലുണ്ട്. കോൺഗ്രസ് നേതൃത്വവുമായി, പ്രത്യേകിച്ച് ഹൈക്കമാൻഡുമായി തരൂർ കാലങ്ങളായി പുലർത്തുന്ന മൗനയുദ്ധം ഇപ്പോൾ പരസ്യമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നതാണ് വസ്തുത. ശശി തരൂർ എന്ന നേതാവിനോട് കോൺഗ്രസ് ഔദ്യോഗികമായി നേതൃത്വം കാണിക്കുന്ന സമീപനം പലപ്പോഴും വിവാദമായിട്ടുമുണ്ട്. G23 ഗ്രൂപ്പിലെ സജീവ സാന്നിധ്യമായിരുന്ന തരൂർ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതോടെയാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ കണ്ണിലെ കരടായി മാറിയത്. എന്നിരുന്നാലും കേരളത്തിലെ സാധാരണ പ്രവർത്തകർക്കിടയിലും യുവാക്കൾക്കിടയിലും തരൂരിനുള്ള സ്വാധീനം കണക്കിലെടുത്ത് സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തെ പൂർണ്ണമായി മാറ്റി നിർത്തിയിരുന്നില്ല. എന്നാൽ ഈ അടുത്ത് നടന്ന മഹാപഞ്ചായത്ത് പരിപാടിയിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം തരൂരിനെ വല്ലാതെ വേദനിപ്പിച്ചുവെന്നാണ് അദ്ദേഹത്തോടടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. പൊതുവേദിയിൽ വെച്ച് തരൂരിന് ഹസ്തദാനം നൽകാൻ മടിച്ചതും പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാതിരുന്നതും വലിയ വാർത്തയായി. വർഷങ്ങളായി കോൺഗ്രസിന്റെ അന്താരാഷ്ട്ര മുഖമായി നിൽക്കുന്ന ഒരാൾക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരം അവഗണനകൾ സ്വാഭാവികമായും വലിയ അമർഷത്തിന് കാരണമായിട്ടുമുണ്ട്. UDF-നെ തകർക്കാൻ കോൺഗ്രസിലെ പ്രബലരായ നേതാക്കളെ അടർത്തിയെടുക്കുക എന്നത് CPM-ന്റെ പുതിയ കാലത്തെ തന്ത്രമാണ്. തരൂരിനെ പോലൊരു നേതാവ് ഇടതുപക്ഷത്തേക്ക് വരുന്നത് അവർക്ക് നൽകുന്ന കരുത്തും ചെറുതല്ല. അന്താരാഷ്ട്ര തലത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയും വികസന കാഴ്ചപ്പാടുകളും മധ്യവർഗ വോട്ടർമാരെയും യുവാക്കളെയും LDF-ലേക്ക് ആകർഷിക്കാൻ സഹായിക്കുമെന്ന് CPM കണക്കുകൂട്ടുന്നു. LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം ഈ പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തമാണ്. തരൂർ വരുന്നത് സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഇടതുപക്ഷത്തിന്റെ നിലപാടുകളോട് യോജിക്കുന്ന ആർക്കും വരാമെന്നതായിരുന്നു. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ നിഷേധം വരാറുള്ളതാണെങ്കിലും ഇവിടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് CPM. തരൂർ കഴിഞ്ഞ ദിവസം നടത്തിയ ദുബായ് സന്ദർശനമാണ് ഈ വിവാദങ്ങൾക്ക് എണ്ണ പകർന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ സീറ്റ് വിഭജനവും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ വിളിച്ച നിർണായക യോഗം ബഹിഷ്കരിച്ചാണ് തരൂർ ദുബായിലേക്ക് പോയത്. അവിടെ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അടുത്ത ബന്ധമുള്ള ഒരു പ്രമുഖ പ്രവാസി വ്യവസായി മുഖേന CPM നേതൃത്വമായും തരൂർ ചർച്ചകൾ നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ വ്യവസായി ഒരു പാലമായി പ്രവർത്തിച്ചുകൊണ്ട് തരൂരിന് ഇടതുപക്ഷത്ത് എന്ത് റോൾ നൽകാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് പ്രാഥമിക ധാരണകൾ ഉണ്ടാക്കിയതായാണ് റിപ്പോർട്ടുകൾ. CPM പശ്ചാത്തലമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ പാർട്ടിയിൽ ഇടം നൽകുമെന്നതിന് KV തോമസിനെയോ അൽഫോൺസ് കണ്ണന്താനത്തെയോ പോലുള്ള മാതൃകകൾ മുന്നിലുണ്ട്. എന്നാൽ തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വതന്ത്രനായി നിന്നുകൊണ്ട് ഇടതുപക്ഷ പിന്തുണയോടെ പ്രവർത്തിക്കാനായിരിക്കും താല്പര്യം. വിവാദങ്ങളോട് തരൂർ പ്രതികരിച്ച രീതി ശ്രദ്ധേയമാണ്. പാർട്ടി മാറുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, അദ്ദേഹം ശരിക്കും കോൺഗ്രസ് വിടാൻ ആലോചിക്കുന്നു. രണ്ട്, കോൺഗ്രസ് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാൻ തനിക്ക് അർഹമായ സ്ഥാനം നേടിയെടുക്കുക. വിമാനത്തിൽ വെച്ചാണ് വിവാദങ്ങൾ അറിഞ്ഞതെന്ന് അദ്ദേഹം പറയുമ്പോഴും രാഷ്ട്രീയത്തിലെ അധികായനായ തരൂർ ഇത്തരമൊരു വാർത്തയുടെ പ്രത്യാഘാതം അറിയാതിരിക്കില്ല. വിദേശത്ത് വെച്ച് രാഷ്ട്രീയ പ്രതികരണത്തിനില്ലെന്ന് പറയുന്നത് ഒരു ഒഴിഞ്ഞുമാറൽ മാത്രമാണ്. ഡൽഹിയിൽ തിരിച്ചെത്തിയാൽ അദ്ദേഹം എന്ത് നിലപാടെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി. തരൂർ പോയാൽ കോൺഗ്രസിന് എന്ത് സംഭവിക്കും? ബുദ്ധിജീവികൾക്കിടയിലും അന്താരാഷ്ട്ര തലത്തിലും കോൺഗ്രസിന് നൽകുന്ന ഒരു ലേബലുണ്ട് തരൂരിന്. അത് നഷ്ടപ്പെടുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയും ബാധിക്കും. തിരുവനന്തപുരത്ത് തരൂരിനുള്ള വ്യക്തിപരമായ വോട്ടുകൾ കോൺഗ്രസിൻ്റെതല്ല. അദ്ദേഹം പാർട്ടി വിട്ടാൽ ആ സീറ്റ് നിലനിർത്തുക കോൺഗ്രസിന് പ്രയാസകരമാകും. കേരളത്തിലെ പാർട്ടി രാഷ്ട്രീയത്തിന് അതീതമായി തരൂരിനെ ഇഷ്ടപ്പെടുന്ന വലിയൊരു യുവസമൂഹം അദ്ദേഹത്തോടൊപ്പം ചേരി മാറാൻ സാധ്യതയുമുണ്ട്. VD സതീശൻ അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ അറിയാത്ത കാര്യങ്ങളിൽ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് പാർട്ടിക്കുള്ളിലെ ആശയക്കുഴപ്പമാണ് വ്യക്തമാക്കുന്നത്. ഹൈക്കമാൻഡ് തരൂരിനെ അനുനയിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയെ തന്നെ രംഗത്തിറക്കാനുള്ള നീക്കത്തിലാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം തരൂർ ഒരു ലോട്ടറിയാണ്. വികസന വിരുദ്ധരെന്ന പ്രതിപക്ഷ ആരോപണത്തെ പ്രതിരോധിക്കാൻ തരൂരിനെ പോലൊരു വികസന മോഡൽ നേതാവിനെ മുന്നിൽ നിർത്താം. കൂടാതെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF-നെ ആശയപരമായി തകർക്കാനും ഇതിലൂടെ സാധിക്കും. ശശി തരൂർ എന്ന രാഷ്ട്രീയക്കാരൻ ഒരു വലിയ തീരുമാനത്തിന് മുന്നിലാണ്. കോൺഗ്രസിനുള്ളിൽ നിന്ന് പോരാടി തന്റെ സ്ഥാനം ഉറപ്പിക്കണോ, അതോ തന്നെ സ്വാഗതം ചെയ്യുന്ന പുതിയൊരു പാളയത്തിലേക്ക് ചേക്കേറണോ? കേരളം ഇന്ന് ഉറ്റുനോക്കുന്നത് ജനുവരി 28-ന് ഡൽഹിയിൽ നടക്കാൻ പോകുന്ന ചർച്ചകളിലേക്കാണ്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച നടന്നാൽ ഒരുപക്ഷേ ഈ വിവാദങ്ങൾ തണുത്തെന്ന് വരാം. എന്നാൽ അവിടെയും അവഗണന തുടരുകയാണെങ്കിൽ തരൂർ എടുക്കുന്ന തീരുമാനം കേരള രാഷ്ട്രീയത്തിലെ ചരിത്രപരമായ ഒരു വഴിത്തിരിവാകും. ഒരു കാര്യം വ്യക്തമാണ്, തരൂർ ഇനി പഴയതുപോലെ കോൺഗ്രസിനുള്ളിൽ ഒതുങ്ങിക്കൂടാൻ തയ്യാറല്ല. ഒന്നുകിൽ അദ്ദേഹം നയിക്കും, അല്ലെങ്കിൽ അദ്ദേഹം വഴിമാറും.
ഈ സസ്പെൻസ് കേരള രാഷ്ട്രീയത്തിലെ വരും ദിവസങ്ങളെ ചൂടുപിടിപ്പിക്കുമെന്നതും ഉറപ്പാണ്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടും കടുത്ത ആഭിമുഖ്യം പുലർത്താത്ത എന്നാൽ വികസനവും ആധുനിക കാഴ്ചപ്പാടുകളും ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം നിഷ്പക്ഷ വോട്ടർമാർ തരൂരിനുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും യുവാക്കളും പ്രൊഫഷണലുകളുമാണ്. തരൂർ LDFിലേക്ക് പോയാൽ സാധാരണഗതിയിൽ ഇടതുപക്ഷത്തോട് വിമുഖത കാട്ടുന്ന ഈ വിഭാഗം വോട്ടുകൾ വലിയ തോതിൽ ഇടത് മുന്നണിയിലേക്ക് ഒഴുകാൻ സാധ്യതയുമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് കോട്ടകളിൽ പ്രധാനമാണ് ന്യൂനപക്ഷ വോട്ടുകൾ. തരൂർ എന്ന മതേതര മുഖം ഇടത് പാളയത്തിൽ എത്തുന്നത് കോൺഗ്രസിന് ഈ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കും. പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങളിലെ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ തരൂരിനുള്ള സ്വീകാര്യത CPMന് ഗുണകരമാകും. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ തരൂർ നേടിയ വോട്ടുകൾ പരിശോധിച്ചാൽ അത് കോൺഗ്രസിന്റേത് മാത്രമല്ലെന്ന് വ്യക്തമാകും. BJPയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഹൈന്ദവ വോട്ടുകളിൽ ഒരു വലിയ വിഭാഗത്തെ പിടിച്ചു നിർത്തുന്നത് തരൂരിന്റെ വ്യക്തിപ്രഭാവമാണ്. അദ്ദേഹം മുന്നണി മാറിയാൽ തെക്കൻ കേരളത്തിലെ UDF അടിത്തറ ഇളകാനും BJPയുടെ വളർച്ചയെ അതൊരു പരിധിവരെ തടയാനും അല്ലെങ്കിൽ സഹായിക്കാനോ ഇടയാക്കാം. തരൂരിനെ പോലുള്ള ക്രൗഡ് പുള്ളർ നഷ്ടപ്പെടുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെയും ബാധിക്കും. ഇത് താഴെത്തട്ടിലുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മന്ദതയുണ്ടാക്കാനും വോട്ട് ചോർച്ചയ്ക്കും കാരണമാകും. ചുരുക്കത്തിൽ തരൂരിന്റെ ഇടതുപക്ഷ പ്രവേശനം കേരളത്തിൽ LDFന് ഒരു മിഡിൽ ക്ലാസ് പരിവേഷം നൽകുകയും UDFന്റെ ഉറച്ച വോട്ടുകളിൽ വലിയ വിള്ളൽ വീഴ്ത്തുകയും ചെയ്യും.